കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ദയനീയ പരാജയമായിരുന്നു LDF ഇത്തവണ നേരിട്ടത്. ഒരു സീറ്റ് കിട്ടിയെങ്കിലും വോട്ട് വിഹിതം കുത്തനെ കുറഞ്ഞിരുന്നു. ചില നിയമസഭാ മണ്ഡലങ്ങളിൽ LDFനെ പിന്തള്ളി BJP മുന്നേറുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു. ഇതിനെല്ലാം കാരണം ഭരണവിരുദ്ധ വികാരമാണെന്നും മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും അഹങ്കാരവുമാണെന്നുമൊക്കെ ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു. ഇപ്പോൾ പാർട്ടിക്കുള്ളിലും പിണറായി വിജയനെതിരെ അഭിപ്രായങ്ങൾ ഉയർന്നിരിക്കുകയാണ്. CPMനുള്ളിലും പിണറായി വിരുദ്ധ വികാരം ശക്തമായിരിക്കുന്നു. പാർട്ടിയുടെ മുൻനിര നേതാക്കളുടെ വിമത ചേരി CPMൽ പിണറായി വിജയനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചു വരികയാണ്. P ജയരാജൻ, KK ശൈലജ, G സുധാകരൻ, തോമസ് ഐസക്, ഇളമരം കരീം ഉൾപ്പെടെ ഒരു നിര നേതാക്കളുടെ ചേരിയാണ് പിണറായിക്കെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വരുന്നത്. അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും അഹന്തയുടെയും ആൾരൂപമായയാളെ മുന്നിൽ നിർത്തി ഇനി ഒരിക്കലും കേരളത്തിൽ CPMന് ഭരണം പിടിക്കാനാവില്ലെന്ന് CPM നേതാക്കൾ തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. CPMനുള്ളിൽ പിണറായി വിജയനെ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് മാറ്റണമെന്ന പൊതുവികാരം ഉയർന്നു വന്നിരിക്കുന്നു. ഇനി അധികാരം വെട്ടിപ്പിടിക്കാനുള്ള ഒരു സാഹചര്യവും പിണറായി വിജയന് മുന്നിലില്ല. ഏറാൻ മൂളികളും ന്യായീകരണ തൊഴിലാളികളുമായ ഏഴാം കൂലികൾ ഒഴികെ പാർട്ടിയിലെ വിവരമുള്ള സഖാക്കൾ പിണറായിയെ മാറ്റണമെന്ന നിലപാടിലേക്ക് നീങ്ങുകയാണ്. പിണറായിക്ക് പകരം KK ശൈലജയെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് വിമതചേരിയുടെ നിലപാട്. എന്നാൽ മരുമകൻ റിയാസിനെ മുഖ്യമന്ത്രിയാക്കുന്ന ഫോർമുലയല്ലാതെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും പിണറായി തയ്യാറാവില്ലെന്ന സാഹചര്യമാണ്. CPM നേതാക്കളായി G സുധാകരനും കടകംപള്ളിയും P ജയരാജനും ഉൾപ്പെടെ ഒരു നിര നേതാക്കൾ പിണറായി എന്ന വ്യക്തിക്കെതിരെയുള്ള ജനവികാരമാണ് തിരഞ്ഞെടുപ്പിലെ തോൽവിയെന്ന് പരസ്യമായി വിളിച്ചു പറയുന്നു. ഇടതു ഭരണത്തിനെതിരെയുള്ള ജനവിധിയേക്കാൾ പിണറായി വിജയനെതിരെയുള്ള ജനങ്ങളുടെ അമർഷമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പുറത്തു വന്നിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്ക് പിന്നാലെ നേതൃത്വത്തിനെതിരെ വിമർശനവുമായി CPIM നേതാവ് P ജയരാജനാണ് ആദ്യം രംഗത്ത് വന്നത്. കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും പിണറായി വിരുദ്ധ തരംഗം ആഞ്ഞടിച്ചതായാണ് പൊതുവികാരം. പിണറായി വിജയന്റെ സ്തുതിപാഠകരായി നിലകൊള്ളുന്ന EP ജയരാജനും MV ഗോവിന്ദനുമൊഴികെ ഒരാളും പിണറായിയെ നീതീകരിക്കാൻ തയ്യാറാകുന്നില്ല. തോൽവി പാഠമാകണമെന്നും പോരായ്മകൾ പരിശോധിച്ച് മുന്നോട്ട് പോകണമെന്നുമാണ് P ജയരാജന്റെ ഒളിയമ്പ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിലെ പാഠം ഉൾക്കൊണ്ട് ജനങ്ങളുമായി കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കണമെന്നാണ് P ജയരാജൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിരുദ്ധ വികാരം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരുന്നു. ഭരണരംഗത്തെ പോരായ്മകളും പാർട്ടിക്കകത്ത് ആവശ്യമായ തിരുത്തലുകളും വേണമെന്ന ധ്വനിയാണ് P ജയരാജൻ തുറന്നടിച്ചത്. BJP നേതാവായ നരേന്ദ്രമോദി നല്ല പ്രധാനമന്ത്രിയാണെന്നും പ്രധാനമന്ത്രി എന്ന നിലയിൽ കണ്ടു പഠിക്കേണ്ടവനാണെന്നും G സുധാകരൻ തുറന്നടിച്ചത് പിണറായി വിജയനെ ഉന്നം വെച്ചാണ്. ആലപ്പുഴയിൽ ഏറെക്കാലമായി CPM വിമതനായി നിലകൊള്ളുകയാണ് G സുധാകരൻ. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതു മുതൽ പിണറായി വിജയനെതിരെ പ്രതികരിക്കുന്നയാളുമാണ്. നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണെന്നും BJPയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളില്ലെന്നും സുധാകരൻ തുറന്നടിച്ചു. നേതാവുണ്ടെങ്കിൽ ജനം പിന്നാലെ വരുമെന്നും സുധാകരൻ പറഞ്ഞത് പിണറായി വിജയൻ ജനങ്ങളെ വെറുപ്പിക്കുകയാണെന്ന അർത്ഥത്തിൽ തന്നെയാണ്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത് മുതൽ എല്ലാ വകുപ്പുകളിലെയും ഭരണ മുരടിപ്പ് വരെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായതായി കടകംപള്ളി സുരേന്ദ്രനും തുറന്നടിച്ചിരിക്കുന്നു. 2 വർഷങ്ങൾക്കിപ്പുറം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം പരാജയപ്പെട്ടാൽ ബംഗാളിനും ത്രിപുരയ്ക്കും പിന്നാലെ കേരളത്തിലും CPM എന്നേക്കുമായി ഇല്ലാതാകുമെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്.